ഏതാണ് സെക്സി സാധനം. നമസ്തേ ഗൈസ്. അപ്പോൾ നമ്മുടെ ദുബായിൽ പോയിട്ട് ഡേ 1 വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഡേ 2 വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഹബീബി ട്രിപ്പിൽ പാട്ട് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കണം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ലാഗ് അടിപ്പിക്കാണ്ട് പോയാൽ പോരെ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡേ 2 വീഡിയോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പാക്കേജ് നമുക്ക് വരുന്നത് ദുബായ് മാളാണ്. ദുബായ് മാള്. അപ്പോൾ ദുബായ് മാള് മാത്രമേ ഉണ്ടാവുള്ളൂ. ദുബായ് മാള് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിതാജിയൊക്കെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ അന്നാണ് ആഘോഷിക്കുന്നത്. ഏത് ദുബായ് മാള് കാണുന്ന ദിവസം. അപ്പോൾ ദുബായ് അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നത് ലിജി തോമസ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ മോൾ ദുബായിലാണ്. അപ്പോൾ അവിടുത്തെ ഇത് വലിയൊരു ഹോട്ടലിലൊക്കെയാണ് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് സെറ്റാക്കാം. പിന്നെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മര്യാദ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻ്റ് അടിച്ചോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ അഗെയിൻ നമ്മുടെ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. എന്നിട്ട് നമ്മൾ ആദ്യം വന്ന് ഉമേഷൻ്റെ ഏരിയയിലേക്കാണ്. ഉമേഷൻ്റെ അവിടെ നമ്മുടെ ഡോഡ്ജ് കണ്ടപ്പോഴും പിന്നെ അത് ഓടിച്ചപ്പോഴും ഒരു ഡിഫറെൻറ്റ് ലെവൽ ഹാപ്പിനെസ് കിട്ടി ഗൈസ്. അതും ദുബായിൽ ഡോഡ്ജ് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ലൈസൻസും ഇല്ല. നമ്മുടെ ഉമേഷൻ്റെ സ്റ്റേജിനസ് അല്ലേ വീഡിയോയിൽ കാണുന്നത് നല്ല വ്യത്യാസമുണ്ട്. പോളുണ്ട്, ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പീച്ച ടൈം വന്നിരിക്കും മറ്റേ പ്രാവ്. നമുക്ക് പിന്നെ ഒരു ഡോഗി ഉണ്ട്. ഡോഗിനാണ് നമുക്ക് ഓക്കെ. ഇതാണ് ലെക്സസ്. ഹൈറ്റ് ഒക്കെ നോക്ക്. നമ്പർ പ്ലേറ്റ് ആണ് ഗൈസ്. സാധനം ഇന്റീരിയർ നോക്കിയാലോ. ഓ ഇന്റീരിയർ നോക്ക് ഗൈസ്. ഏതാണുള്ള കളർ നോക്ക്. സീൻസാണ്. ഫുൾ ഓപ്ഷൻ അല്ലത്. ഇതാണ് ബാക്കിൽ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. ശരിക്കും ഒരു രാജവണ്ടി അല്ലേ. ഓ അങ്ങനത്തെ ടൈപ്പ് അല്ലേ. ഓ ഏത് ലോകത്ത്? UAE. ഓക്കെ, UAE 250 ഒരെണ്ണാണ് ഇരിക്കുന്നത് കേട്ടാ മുതല്. ഇതാണ് നമ്മുടെ ഉമേശ്വരൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഷ്രിംസും ഉണ്ടല്ലേ. ഇത് ലോബ്സ്റ്റർ, പാമ്പുണ്ട്. ഇവിടെ പോയി അങ്ങനെ നമ്മള് ഉമേഷന്റെ വീടും ഓഫീസും വണ്ടിയൊക്കെ കണ്ടു. അപ്പൊ നമ്മളെവിടെ പോണ്? ദുബായിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. പിന്നെ അവിടെ പോയിട്ട് ബാക്കി വിശേഷം. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ പരിചയക്കാരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കുറച്ച് വൈകുന്നേരം ഇന്ന് മര്യാദയ്ക്ക് അധികം കറങ്ങാനൊന്നും ഇല്ല. വൈകുന്നേരമാണ് മെയിനായിട്ട് പരിപാടി വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നല്ല ബർഗർ, ഷവർമ, പിസ്സ ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. സമയമുണ്ട് എന്നുള്ളൊരു തോട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ
അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പരിചയക്കാൻ ഒരു കിണ്ണങ്ങാച്ചി ബിരിയാണി അടിച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് ഇറങ്ങിയിട്ടാ. എനിക്ക് ദുബായിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് അവരെ കണ്ടു, നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി സൂപ്പർ. അപ്പൊ ഇപ്പത്തെ നമ്മള് മോണോ റെയിൽ കയറാൻ പോവാണ്. അപ്പൊ നമ്മളതിന്റെ ഫ്രണ്ടില് മോണോ റെയിലിൽ നിന്ന് നമ്മൾ പോകുന്നത് അറ്റ്ലാന്റിസ് ആണ്. അപ്പൊ അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് എന്തോ മെറൈൻ പാർക്കാണ്. അപ്പൊ നേരെ ഇരുട്ടായി തുടങ്ങി. അറ്റ്ലാന്റിസ് എത്തി കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ഡ്രൈവർ പിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി. ഇതാണ് നമ്മുടെ മോണോറെയിലിന്റെ എൻട്രൻസ് എന്ന് പറയാനായിട്ട്. ഇതാണ് നമ്മുടെ മോണോറെയിൽ എന്ന് പറയാനായിട്ട്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ. അപ്പൊ അതേ ഗോമസങ്ങൾ നമ്മുടെ ഇതെടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്, ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ അപ്പോൾ അത് ഇവിടെയാണ് വരാൻ തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം എത്തിയിട്ടാ, മോണോറയിലെത്തി. എനിക്ക് അതിൻ്റെ ഇത് എഴുതി കാണിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് അറ്റ്ലാന്റിസ്. അവളെ തെറ്റാ നോക്കണേ. ലക്ഷറി സെറ്റപ്പാണ് ഗൈസ്. അതെ, ആണ് മോണോറയിൽ എന്ന് പറയാനായിട്ട്. നല്ല സെറ്റപ്പാണ്. കാണാൻ അടിപൊളിയാണ് ഗൈസ്. സംഭവം ഉള്ളിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ക്ലിയർ ആയി വരില്ല കേട്ടോ. ബിൽഡിംഗ് ഉണ്ട് ഗൈസ്, എന്ത് രസമാണല്ലേ. ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ പണിതെടുക്കുന്നത് ഗൈസ്. നമ്മൾ വെള്ളത്തിന്റെ മോളി പറഞ്ഞിട്ടാ പോണേ. ബോട്ടൊക്കെ എടുക്കണ്ട്, എന്താ രസം കാണാൻ. ബിൽഡിങ്ങൊക്കെ വീഴൊന്നുമില്ല ഗൈസ്. ഇപ്പുറത്തേക്ക് നോക്ക് ഗൈസ്. ഇതാണ് നമ്മളെ പാരഷൂട്ട് കേട്ടാ. എന്താ ഇതിപ്പോ ഈ സൈഡിൽ നിൽക്കണോ ആ സൈഡിൽ നിന്ന് നോക്കണോ, ആകമത്തെ കൺഫ്യൂഷനാണ് ഗൈസ്. ഇവിടെ നമ്മുടെ കടല് കേട്ടാ. അപ്പൊ നമ്മള് മോണോറയില് കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗൈസ്. നമ്മള് സാധാരണ എറണാകുളത്ത് ഉള്ള മെട്രോയില് പോണ പോലെ അല്ല സംഭവം. വേറെ വെഹിക്കിളൊക്കെ ഏകദേശം അതേപോലെ അല്ല, മോണോറയിൽ പോലെ തന്നെ മെട്രോ. പക്ഷെ അവിടെ ചുറ്റും കാണുന്ന സ്ഥലത്ത് ഒരു ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങിൽ അവിടേക്കാണ് നമ്മളിപ്പോ പോവാൻ നിൽക്കണേ കേട്ടോ. ഒരു ലക്ഷറി ഫീലിംഗ് ഉണ്ട് ഗൈസ്. ഇത് സ്റ്റാർബക്സ് നല്ല പൊളി.
ഈ മാളിൽ വന്ന പിന്നെ കുറേ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാണ്ടല്ലോ കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുറേ ഒക്കെ നമ്മുടെ വെള്ളപ്പാറ്റകളല്ല കേട്ടോ. എന്തോരം വെള്ളപ്പാറ്റകളാ. വെള്ളപ്പാറ്റാന്ന് ഉദ്ദേശിച്ചത് മാതാമ്മമാരേട്ടാ, ബാക്കി ഒരു കേക്കണ്ട. എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ ഒരു സാധനം എറിഞ്ഞ് കളിക്കുവര്. നോക്കുമ്പോൾ എന്നിട്ട് എന്തൊരു ഐസ്ക്രീം അതൊരു സാധനം. ഞാൻ വിജയിച്ച അവിടെ തല്ലേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. എന്താല്ലേ ഒരു ഐസ്ക്രീം ക്യാഷ് കൊടുത്തിട്ട് എറിഞ്ഞ് മേടിക്കണ പരിപാടിയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇറങ്ങി. ഇനി നമ്മുടെ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഡ്രൈവർ വരും. ഡ്രൈവർ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ പോവും. പിന്നെ ഇനി ബർത്ത്ഡേ പാർട്ടിയുടെ മൂടാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്നിട്ട് ഒരു വണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത സമയത്താണ് മോനെ ഏതാ വണ്ടി മനസ്സിലായത്? ഏതാ വണ്ടി മനസ്സിലായോ? വണ്ടി ബെന്റ്ലിയാണ് ഗൈസ്, ബെന്റ്ലി. അതും കൺവേർട്ടിബിള്. ഏതാണ് സെക്സി സാധനം. അപ്പം നമ്മൾ ഈ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഈ ബിൽഡിങ്ങിന് വേറെ കുറെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ പേര് റോയൽ അറ്റ്ലാന്റിസ് ആണ്. അതല്ല, പേരല്ല സ്പെഷ്യാലിറ്റി. ഈ ബിൽഡിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് കുറച്ച് VIP റൂമുകളുണ്ട്, വിച്ച് ഈസ് മെയ്ഡപ്പ് ഓഫ് ഗോൾഡ്. എല്ലാം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു റൂമുകളുണ്ട് ഈ ബിൽഡിങ്ങിൽ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വാഷ്റൂം വരെ ഗോൾഡ് ആയിരിക്കുമെന്ന്. അതെ ഗൈസ്, വാഷ്റൂം വരെ ഗോൾഡാണ്. എന്താണല്ലേ. അപ്പോഴാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി അറിയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ സിനിമയുണ്ട് നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ. അതിൻ്റെ ഫൈനലായിട്ടൊരു ഡാൻസ് നടക്കുന്ന പരിപാടി നടന്നത് ഇവിടെയാണെന്ന് പറയുന്നത്. ഗൈസ്, ഇതിൻ്റെ 2 സൈഡിലും വെള്ളം വന്നിട്ടാ പറയണത്. നമ്മളതിൻ്റെ നടുക്കി കൂടെയാണ് പോയിക്കോട്ടെ. നമ്മള് നടുക്കി കൂടെയാണ് പോകുന്നത്. 2 സൈഡിലും വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോണ സമയത്താണ് നമ്മളൊരു കാറ്, കൺവേർട്ടബിൾ കാറ്, അതിൻ്റെ സൺറൂഫ് മൊത്തത്തിൽ ഓപ്പൺ ആക്കുന്നത് ലൈവായിട്ട് കണ്ടത്. ഓ, എന്തായിരിക്കില്ല ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള വൈബ്. പിന്നീട് നമുക്ക് ഉമേഷേട്ടനെയും ലയ ചേച്ചീനെയും വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചുമ്മാ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഈ വഴിയോടെ നല്ല റൊമാൻസ് പാട്ടിട്ട് നടന്നു. സംഭവം ഗേൾ ഫ്രണ്ടൊന്നുമില്ല, എന്നാലും റൊമാൻസ് പാട്ട് ഇങ്ങനെ കേട്ട് നടക്കാൻ, ഒറ്റയ്ക്ക് നടക്കാൻ ഇത് വേറെ വൈബല്ലേ, നല്ല രസമാണല്ലോ. അപ്പം നമ്മൾ അതും പഠിച്ച്. പിന്നീട് ആ വിഷമം മാറാനായിട്ട് അമ്മേനെ കുറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു. നല്ലൊരു കംഫർട്ട് സോണായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സെൽഫി എടുത്താലോ എന്നൊന്ന് ആലോചിച്ചത്. അപ്പോൾ അമ്മേനെ ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കാൻ പറ്റിയ പണി ഇതാ ഇപ്പൊ കാണാം നിങ്ങൾക്ക്. കണ്ണിങ്ങനെ പിടിക്ക്, ഇങ്ങനെ കണ്ണു പൊന്നിക്കുണ്ട്. കണ്ണു പൊന്നിക്കാൻ പാടില്ല. പുരുക പൊന്നിച്ച കലിപ്പിൽ നോക്കുന്നതാ. ഇത് പഠിച്ചു, അവിടെ നിക്കട്ടെ, ഇപ്പൊ പിടിക്കണ്ട. ആദ്യം പോകച്ചിന്റെ പുരുക പൊന്നിക്ക് ചുണ്ട്. എനിക്ക് വയ്യ ഇതിന്റെ കാര്യം. കണ്ണു പുരുക മതി. അപ്പൊ പെട്ടു. ആറ്റിറ്റ്യൂഡ് പഠിപ്പിച്ചിട്ടെ കാര്യം. ചുണ്ട്.
വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ ഗൈസ് നമ്മള് അതൊന്നുമല്ല റേഞ്ചറല്ല ഇങ്ങനെ ഫെറാരി ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് നമ്മുടെ അവിടെ എത്തി, ഹോട്ടലിലെത്തി. ഇനിയാണ് പരിപാടി. അവിടെ വെച്ചിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തിനെ കണ്ടു, ജസ്ന മോള്. അപ്പോൾ ഇത് നമ്മുടെ വേറൊരു ഫാമിലി ഫ്രണ്ടാണ്. നമ്മുടെ ഹോട്ടലിൽ വന്നിക്കണ വണ്ടിയാണ് റേറ്റ് ഓടി റേറ്റ്. ഇന്റീരിയറാണ് മോനെ. ഈ കളറും ബ്രൗൺ റെഡിഷ് ഇന്റീരിയറും സമ്മതിക്കണല്ലേ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ പപ്പയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇതൊരു ഹോട്ടലാണ്. ഹോട്ടലിന്റെ പേര് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഈ ഹോട്ടലിന്റെ പേര് വാൽറോക്ക് റെസ്റ്റോറന്റ് എന്നാണ്. ഒരു രക്ഷയില്ല കേസ് കാണിച്ചാൽ. ഒരു ജപ്പാൻ ചേച്ചിയൊക്കെ ഉണ്ട്. ഓ പരിചയക്കാരിയാന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ഒരു രൂപം മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെട്ടു. ഓ ഏതാല്ലേ. Today we have Indian wedding, like big group. So you guys can You are from which country? Myanmar, Myanmar. Myanmar. Beside, yeah, we are neighbor. Okay, I will come and change and then. ഇപ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സംഭവം കൊള്ളാം. എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയല്ല ഗായ്സ്? അതെ, ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഇവിടുത്തെ ആംബിയൻസും പിന്നെ സർവീസും പിന്നെ മെയിൻലി ഈ ഒരു വാഷ്റൂമാണ് ഗൈസ്. ഓ എന്താ പറയാ, എന്താ പറയാ, ആ ഒരു ലക്ഷറി ഫീലിംഗ് ഉണ്ടല്ലോ. നോക്കി ഇരിക്കാൻ നോക്ക്. ഷവർമല്ല, പൊറോട്ടകളും ഇല്ല, മറ്റേ തുണികൾ. ഓ ക്യാമേ പോലും നിങ്ങൾ പറ, ഒരു രക്ഷയില്ല ഗൈസ്. ആ ഒരു ലക്ഷറി ഫീലിങ്. കാരണം അത് മാത്രമല്ല, നമുക്ക് ആദ്യം ബാത്റൂം കടന്നു, പിന്നെയും ഡോറ, പിന്നെയും കടന്നു. ഇങ്ങനെയാണ് ബാത്റൂം പറയാനായിട്ട് മനസ്സിലായി. ഒരു രക്ഷയില്ല. കുറെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസാണ്. ആൾ വന്നിട്ട് ചൂസ് ചെയ്തിട്ട് സാറിന് ഓൾറെഡി വേണം ഒക്കെ ചോദിച്ച് ഭയങ്കര റെസ്പെക്ട്ഫുൾ. ഭയങ്കര റെസ്പെക്ട്ഫുൾ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇരിക്കാനുള്ള സൗകര്യം. പിന്നെ ഒരു കീബോർഡ് ഉണ്ടായിരുന്നു. എന്ന് പറയാനായിട്ട് റേറ്റ് എത്ര എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഈ ഹോട്ടലിലെ വേറൊരു സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ ആണെങ്കിൽ എല്ലാവരും അടിപൊളി ഡ്രസ്സിങ്. നമ്മളൊക്കെ സാധാരണക്കാർ, ഇവരുടെ ഡ്രസ്സിങ് കാണണം ഗൈസ്. ആ ഒരു ലക്ഷറിയസ് ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങാണ് ഇവർ ഇട്ടിരിക്കുന്നത് പറയാനായിട്ട്. സോ ഇങ്ങനെയാണ് ഇവിടെ ഒരുക്കി വെച്ചത്. ഫൗണ്ടനൊക്കെ എന്താ പറയണ്ടേ, ഞാൻ പറ, നിങ്ങൾ പറ, ഞാൻ എന്താ പറയട്ടെ. യു ചേഞ്ച് യുവർ ഡ്രസ് സോ ഫാസ്റ്റ്. I was wondering, did I see her before? Jadi, of course, yeah. Oh. എല്ലാം മനസ്സിലായി. Yeah, spicy. Come on, India. Come on, India. Eat very well. What is it? Cheese timare. Oh. What is the meaning? Thank you. Oh, thank you. Like arigato. Oh, okay. Guys. പൈസ ഇറക്കാണ്ടല്ലോ. This place is so good.
ഗൈസ് അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തു. നല്ല ബീച്ചും അവിടെ മൊത്തം സിറ്റി അവിടെ കണ്ട ഇങ്ങണ്ടല്ലോ. അടുത്ത് വേണം എനിക്ക് ഹുക്കരിക്കുന്നുണ്ട്. അവിടെ കുറെ ബിൽഡിങ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ് അവിടെ ഇവിടെ ഇരുന്ന്. ഓ ഏതാ വൈബല്ലേ. ഓ ദുബായ് മൊത്താണ്. അപ്പൊ ഗോമസേട്ടൻ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സംഭവം എന്നറിയില്ല. അപ്പൊ നമ്മൾ പോയി നോക്കി നോക്കാം. എന്നിട്ട് ഗോമസേട്ടാ ഡോൾഫിനാവോ? പിന്നെ ആ എന്നിട്ട് തെരണ്ടില് അടുത്തി പോയ എന്തുണ്ടാ? അപ്പൊ അത് വരാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ കെട്ടിക്കണേ. കാണിച്ചരാം വാ. ഇതേ അവിടേക്ക് നോക്കട്ടാ. കണ്ട ഗായ്സ്, നിങ്ങൾ വീഡിയോയില് കാണാൻ പറ്റുമോന്ന് അറിയില്ല കേട്ടാ. അവിടെ കണ്ട ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോയിൽ ചെറുതായിട്ട് കാണാൻ പറ്റണം. ഓ കയ്യൊന്ന് വീശി വെക്കാം. ഗായ്സ്. അത് ശരി ചമ്മി. ഒന്നുകൂടി വീശി വെക്കാം. ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ലേ ഗൈസ് അല്ലേ? എന്താ പറയണ്ടേ? ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെലവഴിക്കുക. നിങ്ങൾ ദുബായ് അടിച്ചു പൊളിച്ചെന്ന് ഉറപ്പാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ സ്ഥലം കണ്ടിരിക്കാം. ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്തേക്കാം. ഇപ്പൊ ഞാൻ മറന്നിരിക്കാം. പിന്നെ എന്താ പറയായിട്ട് നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി. നമ്മൾ ഫോണിലാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റോറേജ് ഫുള്ളായപ്പോ നമ്മൾ എന്ത് ചെയ്തു? PUBG അങ്ങ് ഡിലീറ്റ് ചെയ്തു. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? സന്തോഷം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കേക്ക് ഇതാ വരുന്നു കേട്ടാ. ഇപ്പൊ വരും നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ആരുടെ ബർത്ത്ഡേ അതാ? യോഗം വേണം. ദുബായിലെ ബർത്ത്ഡേ എന്താ പറയണ്ടേ? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയും. എന്താ പറയാ? സന്തോഷായി അല്ലേ? I like this one, yeah? It's nice. So this cake is by Tinu Chichi. കേക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? അതെ, വായിൽ വെച്ച് ഞാൻ അലിഞ്ഞു. അതെ, ഒന്നും പറയാനില്ല. ചേച്ചി ഗായ്സ്, അപ്പോ എന്താ പറയാ, നമ്മള് ടിനു എന്ന് പറഞ്ഞ മിയാൻമി ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനി, കൊറേ സംസാരിച്ചു, ചിരിച്ച് ചത്തു ഗൈസ്. പിന്നെ എന്ന് പറയാണ്ട് ഇവിടുത്തെ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇവിടുത്തെ സർവീസും എല്ലാം അടിപൊളി. ഭയങ്കര കൈനസ്. ഇനിയിപ്പോ ഇവിടുന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ച് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഡേ 3യിലേക്ക്. അപ്പോൾ ഡേ 3 വീഡിയോ കാണാനായിട്ട് ആരും തന്നെ മറക്കരുത്. ഓക്കെ, ബൈ.